എല്ലാവർക്കും ജയാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു തനി നാടൻ സാമ്പാർ ഉണ്ടാക്കാൻ പോവാം. നമ്മുടെ ഫ്രിഡ്ജിൽ പച്ചക്കറികളെല്ലാം വാങ്ങി വെച്ച് നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ബാക്കിയൊക്കെ കാണുമല്ലോ. അപ്പോൾ ഇത്രയും പച്ചക്കറി ഉണ്ടായിരുന്നു, ഞാൻ അതെല്ലാം കൂടെ എടുത്തൊരു സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സവാളയുണ്ട്, കിഴങ്ങുണ്ട്, ക്യാരറ്റുണ്ട്, പച്ചമുളക്, വഴുതനങ്ങ, അമരപ്പയർ, വെണ്ടയ്ക്ക, മുരിങ്ങയ്ക്ക. അപ്പോൾ ഇത്രയും സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നല്ലൊരു സാമ്പാർ ഉണ്ടാക്കാം. അപ്പോൾ പിന്നെ വേണ്ടത് തക്കാളി, കുറച്ച് പിഴുപുളി. അപ്പോൾ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഒരു കുറച്ച് പിഴുപുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വേണം സാമ്പാർ വെക്കാൻ. സാമ്പാറിന് മെയിനായിട്ട് വേണ്ടത് പരിപ്പാണല്ലോ. അപ്പോൾ പരിപ്പിന് വേണ്ടി ഞാൻ ഓറഞ്ച് കളറിലെ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഞാൻ തുമരപ്പരിപ്പല്ല എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ചേർത്ത് പരിപ്പ് വെച്ചാലേ ഗ്യാസിൻ്റെ പ്രശ്നം, ചിലർക്ക് സാമ്പാർ കൂട്ടിക്കഴിഞ്ഞാൽ പരിപ്പ് ഇടുന്നത് കൊണ്ട് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടെന്ന് പറയും. അപ്പോൾ ഇത് വലുതായിട്ട് ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല, നല്ല രുചിയാണ്. ഇത് ഇട്ടൊന്ന് സാമ്പാർ വെച്ച് നോക്കുക. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ കുക്കറിലോട്ടിട്ട് ഒറ്റ വിസിൽ മതി, നല്ല കഷ്ണങ്ങളെല്ലാം വൃത്തിയായി വെന്ത് കിട്ടും. അപ്പോൾ വെണ്ടയ്ക്ക ഞാൻ എണ്ണയ്ക്കകത്ത് വഴറ്റി ചേർക്കത്തേ ഉള്ളൂ, വെണ്ടയ്ക്ക ഇതിൻ്റെ കൂടെ ഇട്ട് വേവിക്കത്തില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്ന് നോക്കാം. സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാറിന് വേണ്ടിയ പൊടികൾ ചേർക്കാം. സാമ്പാറിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി, ഒരു പിഞ്ച് ഉലുവപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് കായമാണ്. കായം കട്ടിക്കായ ആയാലും മതി, ഇതെൻ്റെ കയ്യിലിപ്പം കായത്തിൻ്റെ പൊടിയാണ്. പിന്നെ ഞാൻ പുളി വെള്ളത്തിലിട്ടിരുന്ന് അത് പിഴിഞ്ഞ് അരിച്ചെടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. ആദ്യം നമുക്ക് ഈ പൊടികൾ ഒരു ചൂടായ പാനിലേക്ക് ഇട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി സാമ്പാറിൻ്റെ വെന്ത കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. സാമ്പാറിൻ്റെ പൊടി ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെന്ത സാമ്പാറിൻ്റെ കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വെണ്ടയ്ക്ക വഴറ്റി ചേർക്കണം. പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പുളിവെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്യാം. ഉപ്പ് പാകത്തിന് നോക്കിയിട്ട് വേണം ഇടേണ്ടത്. വെണ്ടയ്ക്ക നല്ലതുപോലെ വഴന്നിട്ടുണ്ട്. കുറച്ച് എണ്ണയിൽ കടുക് പൊട്ടിച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം വെണ്ടയ്ക്ക ഇട്ട് ഒന്ന് വഴറ്റിയെടുത്ത് നമുക്ക് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സാമ്പാറിൻ്റെ പണി കഴിയും. നമുക്ക് സാമ്പാറിലെ കഷ്ണത്തിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന എണ്ണയും വെണ്ടയ്ക്കയും ചേർത്ത് കൊടുത്തു. അപ്പോൾ കടുക് പൊട്ടിച്ചതിന് ശേഷമാണ് വെണ്ടയ്ക്ക ഇട്ട് വഴറ്റിയത്. അപ്പം നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ പറ്റിയ ഒരു സാമ്പാറാണ്. ഇഡ്ഡലി ഉണ്ടെങ്കിൽ ഇഡ്ഡലിയും കൂട്ടി കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലൊരു സാമ്പാർ വെക്കണം. കടുക് വറുത്ത് ഒഴിച്ചതിന് ശേഷം വെണ്ടയ്ക്ക ചേർത്തത് കൊണ്ട് ഒന്നുകൂടെ തിളയ്ക്കാൻ വേണ്ടി വെച്ച്, കാരണം സാമ്പാറിൻ്റെ ടേസ്റ്റ് ആ വെണ്ടയ്ക്കയിൽ പിടിക്കണമല്ലോ. അപ്പോൾ തിളച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് സാമ്പാർ ഉണ്ടാക്കി കഴിച്ച് നോക്കണം. എല്ലാവർക്കും സാമ്പാർ ഉണ്ടാക്കാൻ അറിയാം, എങ്കിലും ഞാൻ പറയുക, നല്ല നാടൻ സാമ്പാർ.